പറ്റല്ലേ നിങ്ങൾ വേറെ പറ്റല്ലേ നിങ്ങൾ എന്തിനാണ് പറയല്ലേ കള്ളനെന്ന് വിളിക്കല്ലേ പാൻ പിടിച്ചോനെ പറ്റിക്കാൻ വേണ്ടി ഓരോ കാര്യം. ഞാൻ ദിവ്യനാണ്. ഞാൻ ദിവ്യനാ ഭഗവാനെ പറ്റല്ലേ ഒന്നും വിളിക്കൊന്നും പറ്റല്ലേ പറ്റല്ലേ. ഞാനേ നിങ്ങൾ പറയുന്ന കഥ കള്ളനൊന്നും അല്ല. പിന്നെ ഞാൻ എത്ര കർമ്മങ്ങൾ നടത്തിവിടെന്ന് അറിയാമോ? ഒരു കള്ളത്തരമൊന്നുമല്ല. എന്റെ മുഖത്ത് സംസാരിച്ചാണ്. എന്തോ മുഖത്ത് കള്ളാന്ന് വിളിച്ചോ. അല്ലല്ല, എന്റെ കയ്യിലൊക്കെ സംസാരിച്ചാണ്. കയ്യിലൊക്കെ സംസാരിച്ചാണ്. കള്ളത്തരമാണോ അതിന്? പിന്നെ ഒരുപാട് നല്ല ദിവ്യനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൊള്ളാം. ഇന്നലെ ഒരാൾക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞു. അച്ഛന്റെ ആത്മാവ് ഇവിടെ പോത്തിലുണ്ടെന്നും പറഞ്ഞു തിരക്കി വന്നായിരുന്നു. 4 പോത്തിനാണ് കൂടി 4 അച്ഛന്മാരാണ് കിട്ടിയത്. പിന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ ദിവ്യനാണ്, പരമാത്മാവാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് ഒന്നുകൂടെ വിളിച്ച് തിരക്ക് ആർക്കാ കൊടുത്തേന്നുള്ള. ആശി ചേച്ചി അവിടെ ഉണ്ടോ? വിളിക്ക് ആമന. ഹലോ അച്ഛാ, ഇനിയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ ആർക്കാ. ഞാനിപ്പോ ഇവിടെ ഒരുപാട് സ്ഥലത്ത് കറങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ആർക്കാണ് കൊടുത്തത് അത് പറ. ഉറപ്പാണ്? ഫിക്സ് ആണല്ലോ? അതെ, ഫിക്സ് ആയിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ ഓർമ്മ കിട്ടി ആർക്കാ കൊടുത്തത്. അതായത് പോത്തുരാജൻ എന്ന് പറയുന്ന ഒരാൾക്കാണ് കൊടുത്തത്. പോത്തുരാജൻ? അതെ, നോക്കാം. മടത്തിലമ്മേ സഹായിക്കണേ. ദൈവമേ, പോത്തുരായൻ. അതെ, നാഗാലാൻഡ് വഴി ബാംഗ്ലൂർ വഴി നിന്റെ കിരൺകുമാറിനെ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിൽ വീഗാലാൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിൽ ഇരുന്ന് നിരങ്ങുന്നു. ഞാനാണ് പോത്തുരാജൻ. നിങ്ങൾ ആരെ പേര് പറയുന്നത്? എന്താ പറയുന്നത്? പോത്തുരാജൻ ചേട്ടനാ? എന്റെ ദൈവമേ, ചേട്ടനാ. എനിക്ക് വയ്യ. പിന്നെ ഞാനല്ലേ പോത്തുരാജൻ. നമ്മൾ വന്ന സമയത്ത് അങ്ങോട്ട് പേര് പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ടില്ല. എന്തൊരു പുളുവാ എന്തോ. അല്ലെങ്കിൽ എനിക്ക് തെറ്റില്ല. അച്ഛാ, ആളെ കിട്ടി. ഇവിടെ ഉണ്ട്. യോ, വന്ന സ്ഥലത്ത് തന്നെ കൊടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ചേട്ടനായിരുന്നല്ലേ? അതെ. സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, പണ്ട് വന്നപ്പോഴത്തേക്ക് അച്ഛനാണ് ചേട്ടനാണ് തന്നത്. അല്ലല്ല, ആശി ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ ആശി ചേച്ചി. അല്ല, അച്ഛനായിരുന്നു ഒരു കഷണ്ടിയെ കണ്ടിട്ട് എന്നെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരാള്. അതെ, കാര്യം മൈൻഡ് ചെയ്യുന്നത്. ചേച്ചി എനിക്കറിയാം. അച്ഛനെ ഓർമ്മയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കിരൺകുമാർ ഇവിടെ പോയി. ഇവിടെ ഉണ്ടെങ്കിൽ വിളിക്കുക. എന്റെ കിരൺകുമാറിനെ ഇരിക്കുന്നത്. എനിക്ക് എന്റെ കല്യാണം കഴിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച പോത്തല്ലേ? അതെ, കിരൺകുമാർ. ആ പോത്തല്ലേ നിങ്ങൾ ഫസ്റ്റിലെ വലിച്ചോണ്ട് അങ്ങോട്ട് പോയത്? അയ്യോ, വലിച്ചോണ്ട് പോയി. പിന്നെ നിങ്ങൾ വലിച്ചോണ്ട് പോയ? പിന്നെ നിങ്ങളെ കൊണ്ടുപോയല്ല. എന്താ പോത്തവിടെ? എനിക്കറിയാം, പോത്ത് ജംഗ്ഷനിലായിട്ടും കാണും. ജംഗ്ഷനില്ല? അപ്പൊ ആദ്യം തന്ന പോത്തായിരുന്ന കിരൺകുമാർ. അതെ. ഇതെന്തോ പറയാനാന്ന് പറഞ്ഞത്. അത് നോക്കണ്ട. ഇപ്പൊ ജംഗ്ഷനിലുണ്ടെന്ന് പറഞ്ഞു. എവിടെ ഉണ്ടെന്ന് ആലോചിച്ചു നോക്കാം. ദൈവമേ, മടത്തിലമ്മേ പറയണേ, കിരൺകുമാറിനെ കൊണ്ട് തരണേ. ബാംഗ്ലൂർ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ പോലുള്ള പരിപാടിയാണ് ഈ പോത്ത്. ആണല്ലേ? നമുക്ക് എത്രയും പേര് അവിടെ പോവാം. അതിന് മുമ്പ് നീ ഒരു കാര്യം ചെയ്യും. 1001 പോത്തിന്റെ കാല് തൊട്ട് പറഞ്ഞില്ലേ, അത് പോയി ചെയ്തിട്ട് വാ. ഇനിയിപ്പം 1000 മതിയല്ലേ? അത് അല്ല, ഒന്ന് കഴിഞ്ഞല്ലേ? എനിക്ക് തരാൻ 50,000 രൂപ റെഡിയാക്കി വെച്ചേക്കണേ. ഈ പൈസ വേൾഡ് ടൂറാണ് ഉദ്ദേശം അല്ലേ? അല്ലാതെ എനിക്ക് മനസ്സിലായി. അയ്യോ, എന്തോ ഈ ചെറുക്കൻ കാല് വിട്ട് വിടുമ്പോഴേ ചെറുക്കൻ വിളിക്കുന്നല്ലേ. ഹലോ എന്ത് തൊട്ടുതാ? ഇല്ല, തൊട്ട് തൊഴുതില്ല. അത് ഞാൻ ബസ്സിൽ കയറി പോയി. നീ എവിടെ പോയി? ഞാൻ എവിടെ പോയെന്നുള്ളതേ ആ ജ്ഞാനദൃഷ്ടിയിലൊന്ന് ഗണിച്ച് കണ്ടുപിടിച്ച് നോക്ക്. വലിയ ദിവ്യനല്ലേ? ഞാൻ വെറും പൊട്ടനാണെന്ന് കരുതിയാ? പോടാ.